പുതിയ വായ്പാ പദ്ധതിയെ കുറിച്ച് പറയാനാണ് നമ്മൾ വിളിച്ചത്. ഇതിൽ പറഞ്ഞിട്ടുള്ള ലെവലിൽ എത്തിയിട്ടുണ്ട്. ഞാൻ നരേന്ദ്രൻ പ്രസിഡന്റാണ്. അവിടെ വിളിച്ചിരിക്കുന്ന ആൾ സെക്രട്ടറി സനോജ് PS, മുഹമ്മദ് ബാബു ബാങ്ക് ഡയറക്ടറാണ്, ശശിധരൻ P ബാങ്ക് ഡയറക്ടറാണ്. പ്രധാനമായിട്ടും വ്യാപാരി, വ്യവസായി, എന്റർപ്രൈസസ് ആളുകളെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വായ്പാ പദ്ധതിയാണ്. സാധാരണ കോവിഡ് കാലത്തൊക്കെ നമ്മൾ ചെയ്ത് വിജയകരമായിട്ട് നല്ല സമൃദ്ധി ഉണ്ടായ ഒരു പദ്ധതിയാണ്. ഡെയിലി കളക്ഷൻ സമ്പ്രദായത്തിലൂടെ എല്ലാ കടകളിലേക്കും നമ്മുടെ ഏജന്റുമാർ ചെന്ന് 500 ദിവസം കൊണ്ട് ഈ വായ്പാ പദ്ധതിയുടെ തിരിച്ചടവ് രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടില്ലാതെ തീർക്കുന്ന ഒരു പരിപാടിയാണ്. 7% പലിശ നമ്മൾ വാങ്ങുന്നു. മറ്റൊന്ന്, എല്ലാ വ്യാപാരികളും നമ്മൾ ഇന്ററാക്ഷൻ നടക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സിവിലിന്റെ നൂലാമല നാനാവിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ ഷോർട്ടേജ് അവർക്ക് നന്നായിട്ടുണ്ട്. ഈ അവസരത്തിലാണ് തൃശ്ശൂർ സഹകരണ ബാങ്ക് ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് പോയി. 500 ദിവസം എന്ന് പറയുമ്പോൾ ഡെയിലി 1000 രൂപ 2000 രൂപ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് തീർക്കാം. എന്ന് മാത്രമല്ല, ഒരു പകുതി കഴിഞ്ഞു മുഴുവൻ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പണം കൊടുക്കും. അഥവാ ഒരു അൺഇന്ററപ്റ്റഡ് വർക്കിംഗ് ക്യാപിറ്റൽ അവൈലമെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആളുകളുടെ ഇടയിൽ നല്ല മതിപ്പുണ്ടായിട്ടുണ്ട്. എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇതിനെ കുറിച്ച് ആ രീതിയിലുള്ളൊരു അറിവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ പത്രസമ്മേളനം ചെയ്യാൻ കാരണം നമ്മൾ അത്യാവശ്യം ഒരു വാർത്ത കൊടുക്കുമ്പോ അവർക്കും നമുക്കും ഒപ്പം നാടിനും നന്നാവുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ബാങ്ക് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിലും പറയാണ്, 10-25 കൊല്ലം പഴക്കമുള്ള ബാങ്കാണ് എന്ന് മാത്രമല്ല, എല്ലാ കൊല്ലവും ലാഭം ഉണ്ടാക്കണ ബാങ്ക്. എല്ലാ കൊല്ലവും 11 ശാഖകളുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷന്റെ 11 പ്രദേശത്തും മാത്രമല്ല താലൂക്കിലുടനീളം നമ്മൾ വായ്പ കൊടുക്കുന്നുണ്ട്. ഒരു സാധാരണ സഹകരണ ബാങ്കിനേക്കാളും അല്പം അപ്പർ എഡ്ജുള്ള ഒരു സൂപ്പർ ഗ്രേഡിലുള്ള ഒരു ബാങ്കാണ്. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഈ സ്കീം പ്രധാനമായിട്ട് 50,000 രൂപയിലേക്ക് ഞങ്ങള് ചെറിയ ആർജാമ്യത്തിന് കൊടുക്കും. ബാക്കിയുള്ളതിനെല്ലാം സെക്യൂരിറ്റി വാങ്ങുന്നുണ്ട്. സെക്യൂരിറ്റി ഇല്ലാണ്ട് നടക്കില്ല സഹകരണ ബാങ്ക് നിലനിൽക്കണം. അപ്പൊ അത് ഈ ഗോൾഡ് ആകാം, അല്ലെങ്കിൽ LIC ആവാം, ബാങ്ക് ഡെപ്പോസിറ്റ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, വസ്തുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മൾക്ക് 2 സംഘടനകൾ 3 സംഘടനകളുമായിട്ട് ചർച്ച നടത്തി അവരുടെ ഭാഗത്തുനിന്ന് നല്ലൊരു സപ്പോർട്ട് കൂടി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ ഇങ്ങനെ ഒരു പരിപാടി പത്രങ്ങളിലൂടെ അറിയിച്ച് വ്യാപാരികളിൽ നിന്നും ആ ഫോൺ നമ്പറിൽ കൂടെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കൊണ്ടുനടക്കും. ഒരു വലിയൊരു വായ്പാ മേള, ഒരു മെഗാ പരിപാടി നടത്തുന്നതിന്റെ തയ്യാറെടുപ്പ് കൂടിയാണ് ഈ പത്രസമ്മേളനം. ഇവിടെ ആളുകളെ വിളിച്ച് ഒരു ഇൻ പ്രിൻസിപ്പിൾ സാങ്ഷൻ കൊടുക്കുകയും സബ്സിക്വന്റ് 11 ബ്രാഞ്ച് മുഖാന്തരം നമ്മൾ 1-to-1 ഈ പ്രോസസ് പൂർത്തീകരിക്കുന്ന പ്രക്രിയ. ഇത് അൺഎൻഡിങ് ആയിട്ട് മുന്നോട്ട് പോകും. ഈ കസ്റ്റമറോട് വരുന്നത് വഴി അവർക്കും നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ ബിസിനസിന്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും തുറക്കും ഉണ്ടായിരുന്ന പ്രയാസമില്ല. ഇപ്പൊ 5 ലക്ഷം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, ഇതനുസരിച്ച് കൂട്ടുകയും ചെയ്യാം. ഇപ്പൊ കൊമേഴ്സ് അല്ലെങ്കിൽ വ്യാപാരം, വാണിജ്യം, എന്റർപ്രൈസിംഗ്, അതിന്റെ ബൂസ്റ്റിംഗ് ആണ് ഞങ്ങളുടെ ഈ കാര്യത്തിലുള്ള ഒരു ലക്ഷ്യം. തുടങ്ങുന്നത് ഈ പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ പറയില്ലേ, ബ്രെയിൻ സ്റ്റോമിങ് പോലെ ഇട്ടേക്കാണ്. ആളുകൾ റെസ്പോണ്ട് ചെയ്ത് അവർ വരുമ്പോഴേ പറ്റുള്ളൂ. ഇപ്പൊ പല ബാങ്കുകൾക്കും ഓരോ ബാങ്കുകൾ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകാം. അപ്പൊ അതിന് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് പ്രൂഫ് പോലെ ക്ലാസ് തുടങ്ങുന്ന പോലെ തുടങ്ങാൻ പറ്റില്ല. നിക്ഷേപമൊക്കെ ഒരു കുറവില്ല. ഞങ്ങൾക്ക് സഹകരണ മേഖലയിൽ നിക്ഷേപത്തിന് യാതൊരു കുറവും പറ്റില്ല. ഞങ്ങൾ നിക്ഷേപം കൂടുതലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ ഞങ്ങൾക്ക് നിക്ഷേപം 350 കോടിയിലെ പണമുണ്ട് നിക്ഷേപം. അതിനനുസരിച്ച് ലോണുണ്ട്. പിന്നെ നിക്ഷേപങ്ങളിൽ ഇപ്പോ ആളുകൾ ആ സഹകരണ മേഖല പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഇപ്പൊ വീണ്ടും ആ ഒരു സമയത്ത് ഒരു പീരീഡിൽ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ കൂടിയും ഈ സമയത്തേക്ക് അത്
ഞങ്ങൾക്ക് വർദ്ധിച്ചു വരികയുണ്ടായത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പ്രാവശ്യം കൂടുതലാണ്. ഇതിപ്പോഴും ഗ്രാജുവേറ്റ് കൂടി വരുന്നുണ്ട്. അത് നിക്ഷേപത്തിനൊന്നും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. KYC നമുക്ക് എല്ലാ അക്കൗണ്ടുകളും നമ്മൾ KYC SB അക്കൗണ്ട് തുറക്കുമ്പോൾ തന്നെ KYC ഞങ്ങൾ മാൻഡേറ്ററി ആണ്. അതെല്ലാ റൂൾസും പാലിച്ചുകൊണ്ട് നമുക്ക് പുതിയ രജിസ്ട്രാറുടെ നിയമങ്ങൾ അനുസരിച്ചാണ് ചെയ്യുന്നത്. KYC നമുക്ക് ബാധകമാണ്. സിബിൽ സ്കോർ നമുക്ക് സാധാരണ മേഖലയിൽ ആയിട്ടില്ല. അത് നാഷണലൈസ്ഡ് ബാങ്കിൽ മാത്രം. അപ്പൊ ഞങ്ങളുടെ പ്രത്യേകതയാണ് ഈ വ്യാപാരി മിത്രം എന്ന് പറഞ്ഞ പരിപാടിക്ക് സിബിൽ സ്കോറിന്റെ നൂലാമാലകളില്ല. ചെറുകിട വ്യാപാരികൾക്കും വ്യവസായികൾക്കും 15 ലക്ഷം രൂപ വരെ അതിവേഗത്തിൽ വായ്പ കൊടുക്കാൻ ബാങ്കിന് കഴിയും. നിങ്ങൾ ഈ കോവിഡ് സമയത്ത് സാധാരണ നിക്ഷേപകർക്ക് 2 ലക്ഷം വരെ ഓടി സാധാരണ ബിസിനസ്സുകാർക്ക് കൊടുക്കുന്ന പോലെ അവിടെ ഉണ്ടായിരുന്നു. ഓടിയായിട്ട് എടുക്കുന്ന തുകയ്ക്ക് 2 ലക്ഷത്തിന്റെ പാസ്സാക്കി കഴിഞ്ഞാൽ ഓൾറെഡി ഈ സമയത്ത് വേണമെങ്കിൽ അവൈൽ ചെയ്യാം. അങ്ങനെ സിറ്റുവേഷൻ അത് പിന്നെ നിർത്തി. അത് തുടരാനുള്ള ആലോചന. ഓഡി ഫെസിലിറ്റി ഇപ്പോൾ ഉണ്ട് ആക്ച്വലി. പക്ഷെ ഓടിക്ക് സെക്യൂരിറ്റി മേടിക്കുന്നു എന്നുള്ളൊരു വിഷയമുണ്ട്. കോവിഡ് കാലത്ത് ഉണ്ടായ പല ആനുകൂല്യമില്ല എന്നുള്ളൊരു പരിമിതിയാണ്. നേരത്തെ പറഞ്ഞ രീതിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ നമുക്കൊരു 420 കോടി രൂപ ഇപ്പൊ തന്നെ അഡ്വാൻസ് ഉണ്ട്, 350 കോടി രൂപ ഡെപ്പോസിറ്റ് ഉണ്ട്. അപ്പൊ എന്താ വിഷയം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ എല്ലാ മാസവും നമ്മള് ഡെപ്പോസിറ്റ് കൂടുന്നൊരു പ്രവണതയുണ്ട്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ശകലം പലിശ കൂടുതലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സിബിൽ തുടങ്ങിയ റിസർവ് ബാങ്കിന്റെ റഡാറില്ല. റിസർവ് ബാങ്കിന്റെ സംരക്ഷണം ഉണ്ട്, റഡാറില്ല. ആ ഒരു സംരക്ഷണത്തിൽ അതൊക്കെ ഉണ്ട്. അപ്പൊ അതൊരു പാൻ ഇന്ത്യ പ്രോബ്ലമാണ്. അത് അഡ്രസ് ചെയ്യുന്നില്ല. അഡ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പൊ അഡ്രസ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ബാങ്കിന്റെ മാത്രമല്ലല്ലോ, മൊത്തം സഹകരണ സംവിധാനത്തിന് വരുന്ന ഒരു റീസ്ട്രക്ചറിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ മാർച്ചിലേക്ക് പരസ്യം വരുന്നത്. അതിന് വേറെ കുറെ ഘടകങ്ങളുണ്ട്. നമ്മളിപ്പോ അത് ചർച്ച ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തി. അതാണ് 50,000 രൂപ വരെയാണെങ്കിൽ നമുക്ക് ആൾക്കാരും മതി. അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ അതിന് പറഞ്ഞതുപോലെ LIC, ബാങ്ക് ഡെപ്പോസിറ്റ്, വസ്തു, അതുപോലെ ശമ്പള സർട്ടിഫിക്കറ്റ്, കൊളാറ്ററൽ സെക്യൂരിറ്റി മേടിക്കും. നിങ്ങൾ ഇതിലുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ ഡെയിലി കളക്ടേഴ്സ് ഉണ്ട് ഇപ്പൊ എല്ലാ ബ്രാഞ്ചിലും. അവർ വന്ന് കാശ് മേടിക്കും. അങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറയാം, 5 ലക്ഷം എടുക്കണമെന്ന് വിചാരിക്കുക. ആ എഴുപത്തി എല്ലാ ദിവസവും അടയ്ക്കണം. 10 ലക്ഷം അടയ്ക്കണമെന്ന് വിചാരിക്കുക, 2000 അടയ്ക്കണം. അതിന്റെ ഒരു പാറ്റേൺ ഉണ്ട്. ദാറ്റ് ഈസ് ഫ്ലെക്സിബിൾ. 500 ദിവസമാണ് അതിന്റെ കാലാവധി. സപ്പോസ് ഇന്ന് ഞായറാഴ്ച നിങ്ങൾ വരില്ലല്ലോ, അപ്പൊ നാളെ ചിലപ്പോ ചിലവര് പറയും നാളെ 1500 വരാട്ടോ, മറ്റേ 1500 വരാം. അതിനൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇത് എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ നേരത്തെ പറഞ്ഞ പോലെ ദീർഘകാലയ്ക്കാണെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് പറയുന്നില്ലേ 4 ലക്ഷം രൂപ വരെ ഇത് കൊളാറ്ററൽ ഇല്ലാതെ കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ കൊടുക്കുന്ന ഒരു സമ്പ്രദായം. സെക്യൂരിറ്റി അതിനെ സ്വീകരിക്കുന്നുണ്ട്. സെക്യൂരിറ്റി മേടിക്കേണ്ടി വരുന്നുണ്ട്. സാധാരണ ലാൻഡ്, ഗോൾഡ്, വാട്ടവർ, വീട്, സ്വർണം, എല്ലാം ഉണ്ട്. നിങ്ങളൊരു 15 കോടി രൂപ എങ്ങനെ കിട്ടും? നമുക്ക് ചർച്ച നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി, മറ്റേ സമിതി, ചേംബർ ഓഫ് കൊമേഴ്സ് എല്ലാവരുമായിട്ടും. പക്ഷെ ഫണ്ട് എങ്ങനെ അങ്ങോട്ട് അൺഇൻറ്ററപ്റ്റഡായി കൊടുക്കാൻ വകുപ്പില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഒരു കേസ് സ്റ്റഡി പറയാം. ഒരു കട അവർക്ക് 5 ലക്ഷം എടുത്ത് വിചാരിക്കുക, അവരുടെ ഡെവലപ്മെന്റ് ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു 500 ദിവസത്തിന്റെ സ്കീം കിട്ടും. 350 ആയി കഴിഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ വലിയ 10 ലക്ഷം കൊടുക്കാം, അല്ലെങ്കിൽ 500 രൂപ കൊടുക്കാം.
ഒരു പെട്ടെന്ന് അവർക്ക് ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ പകക്കണ്ട, ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊരു ചെയിനായിട്ട് ഒരു വിഷ സർക്കിള് പോലെ നിങ്ങളുടെ നടക്കും. ഇത് ആ അർത്ഥത്തിൽ അവയിൽ ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കാനാണ് ഞങ്ങളുടെ നിർദ്ദേശം. നമ്മള് കേവലം ഒരു വായ്പാ നിക്ഷേപത്തിൽ ഒതുങ്ങുന്നതല്ല ഈ ബാങ്കിന്റെ ഇപ്പോഴത്തെ ഒരു സ്കീം. ഇപ്പൊ നമ്മളിപ്പോ ഒരു നീതി ഹെൽത്ത് കെയർ സെന്റർ തുടങ്ങുന്നുണ്ട്. 6-7 ഡോക്ടർമാർ ഇപ്പൊ തന്നെ ഉണ്ട്. അവരുടെ ഡിഫറെന്റ് ടൈമില് ഞങ്ങൾ 2 റൂം, അത് ആ ബാങ്കിന്റെ ഹെഡ് ഓഫീസിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ പേഷ്യൻസിന്, പലതരത്തിലുള്ള പേഷ്യൻസിന് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി, ഡോക്ടേഴ്സിനും ഒരു ഓപ്പർച്യൂണിറ്റി. അത് നല്ല രീതിയിൽ ക്ലിക്ക് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. മറ്റൊരു കാര്യമാണ് മെഡിക്കൽ സ്റ്റോറിന്റെ 50% വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാം മാക്സിമം പറയുള്ളൂ. നീതി മെഡിക്കൽ സ്റ്റോർ നേരത്തെ ഇപ്പോ ഈ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്റ്റുഡന്റ് മാർക്കറ്റ് നമ്മൾ തുടങ്ങി. സീസണലി ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്ന ഒരു സംരംഭം തന്നെ എന്ത് വേണോ അപ്പൊ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. സഹകരണ ബാങ്കിന്റെ ഒരു ഫേസ് ലിഫ്റ്റിംഗ് നമ്മുടെ ലാഭം പ്രതീക്ഷിക്കാവുന്ന തന്നെയാണ്. ബൈ ആക്ടിവിറ്റീസ് ഇപ്പോൾ കൊണ്ടു നടക്കാനാണ് അല്ലല്ല. എച്ച്ഒ ബ്രാഞ്ച് ഒന്ന്, മെയിൻ ബ്രാഞ്ച് ഒന്ന്. എച്ച്ഒ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഹെഡ് ഓഫീസിന്റെ താഴെ 1ാം നിലയിൽ തിരുവമ്പാടി അമ്പലത്തിന്റെ തൊട്ടപ്പുറത്ത്. മെയിൻ ബ്രാഞ്ച് എന്ന് പറയുന്നത് പാട്രാക്കിലെ സെൻട്രിൽ മുളിക്കായിട്ടുള്ളതാണ്, പോസ്റ്റ് ഓഫീസിന്റെ മുകളിൽ. പിന്നെ കഴിഞ്ഞ മാസം ഞങ്ങള് ഒരു 60 ഡയാലിസിസ് പേഷ്യൻസിന് സാമ്പത്തിക സഹായം കൊടുത്തിട്ടുണ്ട്. ആ 1.5 ലക്ഷം വന്നിട്ടാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങള് വാർത്തയൊക്കെ തന്നു നിങ്ങളൊക്കെ ഇട്ടിരുന്നത്. അതൊക്കെ വലിയൊരു ഇംപ്രഷനായി. നമ്മള് വെറുതെ ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ മാത്രം കൂടിയല്ല, കാരുണ്യ പ്രവർത്തനങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും കൊണ്ടുകൊണ്ടാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഈ മാസം അവസാനമാണ് ഉദ്ദേശിച്ചത്. എനിവേ ജൂലൈ ഡോക്ടർമാരുടെ അത് ഡോക്ടർമാരെ ശരിയുണ്ട്. നമ്മളൊരു കാറ്റലിസ്റ്റാ, സ്പേസ് കൊടുക്കണോ, അവിടെ നമുക്ക് മെഡിക്കൽ ഷോപ്പ് ഉണ്ടല്ലോ. കൺസ്യൂമർ ഫെഡിന്റെ മരുന്നുകളാണ് ഇപ്പൊ കറണ്ട് ട്രെൻഡ് ആക്ച്വലി നമ്മുടെ ഇതാണല്ലോ, വനിതകളുടെ KSRTC ആണ്. ഞങ്ങൾക്കൊരു സ്കീമുണ്ട്, മഹിളാ ശക്തി വായ്പ. വനിതകൾക്ക് കൊടുക്കുന്നത് 50,000 രൂപ വരെ. അപ്പൊ ഒന്നുകിൽ നമുക്ക് 2 ജാമ്യം, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വസ്തുക്കൾ ഉണ്ടാവല്ലോ, അതിന്റെ നീതി എടുത്തതിന്റെ റെസീറ്റ് ബസ് 30 മാസം കൊണ്ട് 10 താഴെ. അല്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നത്. 50,000 രൂപ ജാമ്യത്തിലാണ് കൊടുക്കുന്നത്, വേറെ സെക്യൂരിറ്റികളൊന്നും ഇല്ലാതെ കൊടുക്കാം. യെസ്, കൊടുക്കണ്ടേ. നമ്മളിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ബാങ്കുകളൊക്കെ കണ്ടിട്ടുണ്ടോ, അതാത് സമയത്ത് അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് നോക്കിയിട്ടാണല്ലോ നമുക്ക് ഇങ്ങനത്തെ വരുമാനം കൂടി ഇത് കുറയും. അതാലോചിക്കുന്നുണ്ട്. യെസ്, താങ്ക് യു. അപ്പൊ നല്ല വാർത്ത കൊടുത്തോളൂ.